ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. മാംഗ്ലൂർ ബൺസ്. നമ്മൾ കർണാടക, മാംഗ്ലൂർ, ഉടുപ്പി സൈഡിലൊക്കെ പോകുമ്പോൾ ഹോട്ടൽസിലൊക്കെ കയറി കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്, ബൺസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ ഈ മാംഗ്ലൂർ ബൺസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. മൈസൂർ പഴമാണ് നോർമലി ഇതിനെടുക്കുക. അപ്പോൾ എനിക്കതിവിടെ കിട്ടാത്ത കാരണമാണ് ഞാൻ റോബസ്റ്റ പഴം എടുത്തിരിക്കുന്നത്. മൈസൂർ പഴമാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 1 മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാതെ തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മാവ് ഞാൻ ഇതേപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 4 അല്ല 5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ഉരുട്ടകളായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു ചപ്പാത്തിയുടെ സൈസിലൊക്കെ മതിയാവും. ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് പുറത്ത് നല്ല ഷേപ്പിലായിട്ട് വരും. ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 4 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ പൊടിയുടെ എണ്ണം, പഴത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയാവും. ഇനി ഇത് പരത്തിയെടുക്കാം. ഞാനൊരു കപ്പിൽ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് ഈ മൈദ മാവിലൊന്ന് മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന ആ സൈസ് മതിയാവും. അത്യാവശ്യം തിക്കായിട്ടാണ് പരത്തേണ്ടത്. അപ്പം നമ്മളിതിപ്പോൾ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയുടെ മാവിൻ്റെ ആ സൈസിലാണ് ഓരോ ഉരുട്ടകളായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പരത്തുമ്പോൾ നമ്മൾ പൂരിക്ക് പരത്തുന്ന ആ ഒരു സൈസിൽ പരത്തിയാൽ മതിയാവും. അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല റൗണ്ടിലാണ് പരത്തിയെടുക്കേണ്ടത്. പക്ഷെ ഞാൻ പരത്തുമ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ് വേണം നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം ഞാൻ പരത്തിയെടുക്കട്ടെ. ഞാനൊരു കടായിൽ ഓയിൽ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിലും ഇതേപോലെ ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂരി പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും. കണ്ടോ, ഇതേപോലെ പൊങ്ങി വരണം. മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഴിയുള്ള പാത്രത്തിലാണ് ഫ്രൈ ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ഇതേപോലെ നല്ലോണം പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള പാത്രം ആകുമ്പം എണ്ണ അങ്ങനെ പുറത്ത് പോവില്ല. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉള്ളിലുണ്ടാവുക എന്നുള്ളത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ഇതേപോലെ ഇരിക്കണം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മാംഗ്ലൂർ ബൺസ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. മാംഗ്ലൂർ ബൺസ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.